നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ രാത്രിയായപ്പം ഏതോ പെമ്പിള്ളരുടെ കള്ളക്കാമുകനായ റിജോയും വിളിച്ചോണ്ട് ഞാനൊരു സ്ഥലം വരെ പോവാ. കമ്മൂങ്കോട് പള്ളി പെരുന്നാളായതുകൊണ്ട് പുണ്യാളഞ്ഞൊരു സലാമും കൂടെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയത് സജിയുടെ വർക്ക്ഷോപ്പിലേക്കാണ്. അങ്ങനെ രാത്രിയിൽ സജിയുടെ വർക്ക്ഷോപ്പിൽ വണ്ടി ഇട്ടിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ചേട്ടനും ഞാനും കൂടെ ആക്റ്റീവ് എടുത്ത് നേരെ റെക്സിനോട്ടിച്ച ഡാഷ്ബോർഡ് എടുത്തിട്ട് നേരെ സജിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോയി. നമ്മുടെ വണ്ടിയിലെ പണിയൊന്നും ചെയ്ത് തുടങ്ങി കാണില്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ നമ്മുടെ വിചാരങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സജിയണ്ണനും ശിഷ്യന്മാരും കൂടെ രാവിലെ തന്നെ നമ്മുടെ വണ്ടിയിലെ പണി തുടങ്ങിയിരുന്നു. മെയിൻ ആയിട്ട് നമ്മുടെ വണ്ടിയിലെ ഡാഷ്ബോർഡാണ് ഇന്ന് മാറ്റുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പഴയ ഡാഷ്ബോർഡിനെയൊക്കെ അവരെടുത്ത് പുറത്തിട്ടു. എന്നിട്ട് റെക്സിനൊട്ടിച്ച പുതിയ ഡാഷ്ബോർഡിനെ അവരെടുത്ത് അകത്ത് കയറ്റി. ഇളക്കിയതുപോലെ എളുപ്പമായിരുന്നില്ല പുതിയത് ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ പുതിയ ഡാഷ്ബോർഡ് ഫിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും ചേട്ടനും കൂടെ ആക്റ്റീവ് എടുത്ത് കളിയേക്കാൾ അവരെ പോയി. ഡ്രൈവർ സൈഡിലെ മിറർ വാങ്ങിക്കാനാണ് നമ്മളിവിടെ വന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു മാജിക് ബോൾ കൂടി നമ്മൾ മേടിച്ചു. RTO സാറുമാരെ പിടിച്ച് ഫൈൻ അടിക്കുന്നത് കൊണ്ട് നമ്മുടെ വണ്ടിക്കകത്തിരുന്ന തൂക്കലൈറ്റ് എല്ലാം നമ്മൾ അതിന് പകരം വയ്ക്കാനാണ് മാജിക് ബോൾ നമ്മളിപ്പോൾ മേടിച്ചത്. പിന്നീട് ഓരോ ചായയും കടിയും കഴിച്ചിട്ട് വർക്ക്ഷോപ്പിൽ എത്തിയപ്പോഴേക്കും അപ്പുവിന് ഭയങ്കര ക്ഷീണം. ചായ കുടിച്ചിട്ട് ക്ഷീണം വരുന്ന ഒറ്റ ഒരുത്തനെ ഞാനിവിടെ കണ്ടിട്ടു. അങ്ങനെ അപ്പു സാറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. രാവിലെ തുടങ്ങിയ പണി രാത്രിയായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ ഗ്യാപ്പിൽ ഡ്രൈവർ സൈഡിലെ പൊട്ടിയ മിററിനെ മാറ്റി നമ്മൾ പുതിയ മിറർ ഫിറ്റ് ചെയ്തു. ഇന്ന് രാത്രി നമുക്ക് കൊല്ലം ജില്ലയിൽ നിന്നൊരു വാഗമൺ ട്രിപ്പ് ഉണ്ട്. ഡാഷ്ബോർഡിന്റെ പണി ചെയ്യാൻ ഇനി 2 മണിക്കൂർ എടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ട്രിപ്പിന് അഹാന് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ വണ്ടിക്ക് നാളെ രാവിലത്തേക്ക് ഒരു കന്യാകുമാരി ട്രിപ്പും എടുത്തു. അതുകൊണ്ട് തന്നെ ചേട്ടന് നമ്മുടെ വണ്ടിയുടെ അവിടെ നിർത്തിയിട്ട് ഞാനും അപ്പവും കൂടെ പതുക്കെ അഹാന്റെ ഷെഡിലേക്ക് പോയി. അഹാന്റെ വണ്ടിയും കൊണ്ട് നമ്മുടെ സ്വന്തം പാക്കേജുമായിട്ടാണ് നമ്മൾ വാഗമണ്ണിലേക്ക് പോകാൻ പോകുന്നത്. പറഞ്ഞിരുന്ന സമയത്ത് തന്നെ നമ്മൾ ശാസ്താംകോട്ടയ്ക്ക് അടുത്തുള്ള സ്കൂളിൽ വണ്ടി കൊടുത്തു. അപ്പുന്റെ വക നല്ല കിടിലും വോക്കലൊക്കെ ഇട്ട് നല്ല ലൈറ്റൊക്കെ ഇട്ടാണ് നമ്മുടെ പിള്ളേരുടെ മുമ്പിൽ നമ്മൾ വണ്ടി പ്രസന്റ് ചെയ്തത്. അങ്ങനെ ശാസ്താംകോട്ടയ്ക്ക് അടുത്തുള്ള സ്കൂളിലെ പിള്ളേരെയും സാറുമാരെയും കൊണ്ട് നമ്മൾ നേരെ ആദ്യം പോയത് പരുന്തുംപാറയിലേക്ക്. അഹാന്റെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ പിള്ളേരെയും കൊണ്ട് നമ്മളിങ്ങനെ മലമണ്ടയിൽ വന്ന് നിൽക്കുവാണ്. ആദ്യം ഒന്ന് ജാടയൊക്കെ ഇട്ട് വീടിന്റെ മുമ്പിൽ നിന്നെങ്കിലും ഫ്രെയിം ഒന്ന് മാറിയപ്പോൾ തണുത്ത് വിറച്ച് നിൽക്കുന്ന അപ്പുവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.